വളാഞ്ചേരി നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒരു വീഡിയോ നിലമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് 90-95% ജോലികളെ കഴിഞ്ഞിട്ടുള്ളൂ. ആക്സിഡൻറ്റുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഡെയിലി ഒരു 4-5 ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. നമ്മളിവിടെ വെച്ചിട്ട് തന്നെ നമ്മളിന്നലെ പറഞ്ഞു, ഇതാ ഒരു സൈഡിൽ 2 വീലർ ഡ്രൈവിംഗ് ആണ് നടക്കുന്നതാണ്, അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഈ ഹൈവേയിൽ ഇപ്പം തെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ അമ്മയ്ക്ക് പ്രാണവേദന അച്ഛന് വീണവായന എന്ന് പറഞ്ഞ പോലെ ഒരു സൈഡിലാണെങ്കിൽ കുറേ പേര് വന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് വീഡിയോ എടുക്കലും സെൽഫി എടുക്കലും അങ്ങനെ കുറച്ച് ആളുകൾ. കുറച്ച് വണ്ടികളാണെങ്കിൽ നമ്മുടെ പൊന്നാനി മുതൽ ഇങ്ങോട്ട് ഏകദേശം 90-99% വർക്ക് കഴിഞ്ഞുകൊണ്ട് 100-120 വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എങ്ങനെയായാലും അവർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഈ റോഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ പോവുക. അങ്ങനെയുള്ള വണ്ടികൾ എന്ത് ചെയ്യും, ചില സ്ഥലത്ത് എക്സിറ്റ് ഉണ്ട്, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ട്രാഫിക്കിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം ആ ഫസ്റ്റ് ലൈനിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലാണ്. നമ്മൾ ഇന്നലെ വെച്ച് ഈ സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്സിഡൻ്റാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ടാക്സി, പിന്നൊരു ലോറി. വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്നത്. കണ്ട നമ്മൾ പറയുന്നത് അപ്പുറന്ന് വണ്ടി വരുന്നുണ്ട്. കഴിയുന്നത് ശ്രദ്ധിക്കാതെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആർക്കും വീഡിയോ ആരും എത്രയും പെട്ടെന്ന് എല്ലാവരും കാണാനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ അറിയുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒത്തിരി ആക്സിഡൻറ്റ് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി തന്നെ പല വാഹനങ്ങളും വന്ന് നമ്മുടെ വണ്ടി കയറി തട്ടാനൊക്കെ വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് നമ്മളങ്ങനെ ലൈവായിട്ട് ഷൂട്ട് ചെയ്യാറില്ല. ചില ട്രാക്കുകൾ ആ പോകുന്ന വണ്ടി ഓക്കെ കറക്റ്റാണ്. ഒരു മിനിമം സ്പീഡ് ഒരു 100-110 അവർ ആ വണ്ടി പോകുന്നത്. ഒരു ഇത്രയും ഒരു 6 മാസത്തോളം ഡ്രൈവ് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ ഈ ഹൈവേ ഓപ്പണാക്കി കൊടുത്തപ്പോൾ, ഭാഗികമായിട്ട് ഓപ്പണാക്കി കൊടുത്ത സമയത്ത് തേർഡ് ട്രാക്ക്, സെക്കൻഡ് ട്രാക്ക് ഓക്കെ, തേർഡ് ട്രാക്കിൽ നമുക്ക് ഒരിക്കലും 100-120 പോകാൻ പറ്റില്ല. വേറൊന്നും കൊണ്ടല്ല, വിദേശത്തെ പോലെയല്ല. ഞാനൊരു 8 വർഷത്തോളം വിദേശത്തുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ തേർഡ് ട്രാക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, ഓവർടേക്കിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ റോഡിൻ്റെ ഒരു അപാകതമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. വിദേശത്തോടൊക്കെ ആകുമ്പോൾ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത്, വലിയൊരു കർവ് വരുന്ന സമയത്ത് നമുക്ക് 100-120 ഒരു സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ടേൺ ചെയ്താൽ ആക്സിഡൻറ്റ് ഉറപ്പാണ്. കഴിയുന്നത് സെക്കൻഡ് ട്രാക്ക് യൂസ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് ട്രാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് 80-100 നിങ്ങൾക്ക് പോകാം. പക്ഷേ പല വാഹനങ്ങളും 30-40 സ്പീഡിൽ സെക്കൻഡ് ട്രാക്കിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. തേർഡ് ട്രാക്ക് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ ഇടുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ടോൾ നമ്മൾ ഇപ്പോൾ വരുന്നത്, ഇപ്പോൾ വളാഞ്ചേരി കഞ്ഞിപ്പുര കഴിഞ്ഞ് നമുക്ക് ടോൾ വരുന്നുണ്ട്. ആ ടോളിൻ്റെ അവിടെ വേണമെങ്കിലൊരു ഗൈഡ് ലൈൻ വെക്കാം, ഏതൊക്കെ ട്രാക്കിലൂടെ ഏതൊക്കെ വണ്ടികളാണ് പോകേണ്ടത്, ഏത് സ്പീഡിലാണ് പോകേണ്ടതെന്നൊക്കെ. കാരണം പൊതുവേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ അവർ വളരെ തെറ്റായ രീതിയിലാണ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ 66 വണ്ടികൾ ഓടിച്ചു പോകുന്നത്. പലതും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കഴിയുന്നത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ നൽകി ഓവർടേക്ക് ചെയ്യാം. അതുപോലെ ട്രാക്ക്, തേർഡ് ട്രാക്കിൽ പോകുമ്പോൾ അത് സെക്കൻഡ് ട്രാക്ക് ഫ്രീ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉറപ്പായിട്ടും 100% ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അതിലൊക്കെ തേർഡ് ട്രാക്കിൽ ചില സ്ഥലത്ത് റോങ് ആയിട്ട്, അതായത് പണി മുഴുവൻ പൂർത്തിയാവാത്തതുകൊണ്ട് റോങ് സൈഡായിട്ട് യൂട്ടണൊക്കെ അടിച്ച് വണ്ടികൾ വരുന്നുണ്ട്.